ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. സാരം: നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്നു രക്ഷ നൽകുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ സംതൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നതത്രേ കർമ്മത്തിൻ്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നുമില്ല. ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായിത്തീരുന്നു. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം ശാശ്വതമായ ഫലം ഉളവാക്കുന്നു. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ട് കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നഷ്ടമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം 1% പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. അടുത്ത തുടക്കം അതിൽ നിന്നാകാം. എന്നാൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അത് തികച്ചും നഷ്ടമായി ഭവിക്കുന്നു. ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെയായിരുന്നു അജാമിളൻ പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ഒടുവിൽ ഭഗവത് കൃപയാൽ 100% ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു.